ചിറ്റൂരിൻ്റെ മനോഹരമായ ടൗണിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. വലിയൊരു പ്രദേശം. തമിഴ്, ഹിന്ദി, തെലുങ്കു, ഉറുദു എന്നീ ഭാഷകളൊക്കെ തന്നെ ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബിസിനസ്സിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തേതായ ഒരു ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങൾ, കൾച്ചറൊക്കെ ഉള്ളത് ഉണ്ട്. അത് അനുസരിച്ച് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെ റെസ്പെക്റ്റ് എന്നുള്ളൊരു സംവിധാനം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണമുള്ളവനെയും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരെയൊക്കെ ഒന്ന് ആദരിക്കുന്നതായ രീതിയിലൊക്കെയുള്ള കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു ടൗണ്, എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു റെഡിമെയ്ഡ് ഷോപ്പ്, ഒരു വർക്ക്ഷോപ്പ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള നല്ല ഫുഡ് കോർട്ടുകൾ, കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ അപ്ഡേറ്റ് ആക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകതയും ഇവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇവിടെ പുരാതന രീതിയിലുള്ള ഫുഡ് കൾച്ചർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു വലിയ ടൗണ്, നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ടൗണായിട്ടുള്ള തിരൂർ പോലെയൊക്കെ ഉള്ള ഒരു ടൗണായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജില്ലയിലെ ഏറ്റവും വലിയ ടൗണാണ് ചിറ്റൂർ എന്ന് പറയുന്നത്, ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ. ഇവിടെ ഇങ്ങനെ ആയിട്ട് ചിറ്റൂരിലെ പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റേഷനുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റിലെ വലിയൊരു ടൗൺ ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം പോലീസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് ഒരു സർക്കിളാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്കൊരു മക്ബറയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒക്കെ വലിയ വലിയ ബ്രാൻഡ് കടകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കല്യാൺ സിൽക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ് കടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറുകിട സംരംഭകർക്കൊക്കെ ഒരു ഒത്തിണങ്ങിയ ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ചിറ്റൂരിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ ഒരുപാട് റിസർച്ചിങ്ങിലൂടെയാണ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇടുക. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും ഉള്ള ഏരിയയിലാണല്ലോ ഇതുപോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ വരിക. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ റേറ്റ് വിഷയമല്ലാത്തൊരു ഏരിയയാണ്. നല്ല റേറ്റാണ് കേട്ടോ ഇവിടെ. നോർമൽ ഫുഡിനൊക്കെ നല്ല റേറ്റ് അല്ല, നോർമൽ റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ആന്ധ്രാപ്രദേശിൻ്റെ കൾച്ചറല്ല ഇപ്പോൾ ചിറ്റൂരിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡ് സർക്കിളുകളൊക്കെ തന്നെ ഒരു പുരോഗമനം ഇല്ലാത്ത രീതിയിലാണ്, പല വിധത്തിൽ അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഡിവൈഡറൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കറങ്ങിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടൊക്കെ റിപ്പീറ്റ് തിരിഞ്ഞു വരാനൊക്കെ ആയിട്ട്. അത് ഇവിടുത്തെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും ഒരു ഷെഡ്യൂൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നും കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും നമുക്ക് സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. ഇതാ ജോയ് ആലുക്കാസിൻ്റെ വേറെയും ഒരു സ്ഥാപനം. നേരത്തെ നമ്മൾ അവിടെയും വേറൊരു സ്ഥാപനം കണ്ടു. ഇതുപോലെയുള്ള ബ്രാൻഡ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മലയാളികളുടെ കടയാണ്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് എറൗണ്ട് ഇവിടുത്തെ ഒരു സെൻട്രൽ ഭാഗമായിട്ട് വരിക. ചിറ്റൂരിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഈ ഭാഗത്തായിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. നേരത്തെ നമ്മളൊരു പോലീസ് സ്റ്റേഷൻ കണ്ടല്ലോ. ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രാഫിക്കിലൊന്നും തന്നെ പുതുതായി അപ്ഡേറ്റ് വരുത്തിയിട്ടില്ല എന്ന് പറയാനുണ്ടായ കാരണം ഇതുപോലത്തെ ഒരുപാട് അലങ്കോലപ്പെടുത്തിയിട്ടുള്ള റോട്ടിൽ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് തിരുപ്പതി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാം. ഇവിടെയും നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ റൂമിലുള്ള ഒരു പഴഞ്ചൻ കടകളാണ് കൂടുതലും കാണുന്നത് എങ്കിലും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് പുതിയ കടകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു 5 വർഷത്തിനിടയിൽ കുറേ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമുക്ക് ഇവിടെ നിന്നും പുറമേ നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. SBI ബാങ്കിൻ്റെ വലിയൊരു ബ്രാഞ്ചൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് കളക്ട്രേറ്റ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കളക്ട്രേറ്റാണ്. സമചതുരാകൃതിയിലാണ് കളക്ട്രേറ്റിൻ്റെ നിർമ്മാണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കളക്ട്രേറ്റ് ഓഫീസായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളിലായിട്ടൊരു ഫുഡ് കോർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു പാലം കാണാൻ സാധിക്കുന്നുണ്ട്, റെയിൽവേ ക്രോസ്. എല്ലാം തന്നെ ചിത്രപ്പണികളാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടങ്ങളിലൊക്കെ തന്നെ കലവിരുതിയിൽ ഒരുപാട് ചിത്രങ്ങളാണ് തീർത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ചെറുകിട കച്ചവടങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ വണ്ടിക്കും സ്ഥിരമായിട്ട് ഇടുന്ന വണ്ടികളാണെങ്കിൽ 50 രൂപയാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ഈടാക്കുന്നത്.
എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പോകുന്ന വണ്ടികളാണെങ്കിൽ 100 രൂപ മുതൽ 200, 300 വണ്ടിയുടെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 2.5 കോടി രൂപയോ അങ്ങനെയോ ആണ് വർഷത്തിന് ഇവർ അത് ടെൻഡർ വിളിച്ചെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളികളൊക്കെ തന്നെ ഇവിടെ ഒരുപാട് പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം വരുന്നുണ്ട്. സായിബാബയുടെ ഒരു ക്ഷേത്രമാണ്. പള്ളി, അമ്പലം, ക്രിസ്ത്യൻ ചർച്ച് എന്നിവയൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളൊരു ക്ഷേത്രം. അങ്ങനെ നമ്മൾ ചിറ്റൂർ ടൗണിൻ്റെ പുറമേ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എറൗണ്ട് വീടുകളും പിന്നെ കടകളും സ്ഥാപനങ്ങളൊക്കെ ഒരുമിച്ചിട്ടുള്ളൊരു ടൗണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് വീടുകളൊക്കെ തന്നെയാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വന്ന പ്രദേശങ്ങളിലാണ് കടകളും വീടുകളും ഒരുമിച്ചുള്ളത്, വലിയൊരു ടൗണ്. പിന്നീട് ഇതുപോലെ ഇതിനോട് ചുറ്റുപാടും ഇതുപോലെ കുറച്ച് മാറിയിട്ട് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് സ്റ്റാർട്ടിങ് ചെയ്യുക. തിരുപ്പതി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇവിടുന്ന് 67 കിലോമീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട്. വിജയവാഡയിലേക്ക് 480 എന്നൊക്കെ കാണുന്നുണ്ട്. മനോഹരമായ മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ കാഴ്ചപ്പാടിലുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ചിറ്റൂരിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഈ ഒരു പ്രദേശത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ടൗണായി ആശ്രയിക്കുന്നത് ചിറ്റൂരിനെയാണ്. ഈ ഒരു ഡിവൈഡറിലായിട്ട് മനോഹരമായ ചെടികളൊക്കെ തന്നെ വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കൾച്ചറാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതിവിടെ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നതാണ്. ഹെൽമെറ്റ് ഇടുന്ന പ്രത്യേകത കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആളുകൾക്കില്ല. ഹെൽമെറ്റ് ഇട്ടിട്ട് ഉണ്ട് എങ്കിലാണ് പോലീസുകാർ പിടിക്കുക എന്നുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചതാണ്. ഇവിടെയും ഒരു ഡിവൈഡർ വരുന്നുണ്ട്. ഐ ലവ് ചിറ്റൂർ എന്നുള്ള ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതിലൂടെയും നമുക്ക് ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ട് പോകാൻ സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്ററും കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുമാകും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ പൊതുവേ ഉള്ളൊരു കൾച്ചർ. ഹൈദരാബാദിലേക്ക് ഏകദേശം 600 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് കുറേ ഹോസ്റ്റലുകൾ, പിന്നെ അപ്പോളോ കോളേജ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നതൊക്കെ ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഇങ്ങനെയായിട്ട് മരിച്ചത് കൊണ്ടുപോയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മല്ലിപ്പൂവുകളൊക്കെ തന്നെ വിതറിയിട്ട് റോഡിൽ അലങ്കോലമാക്കിയിട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു രീതി ഇങ്ങനെയാണ്. ഒരു വണ്ടിയിൽ മുന്നിലായിട്ട് ഇങ്ങനെ മല്ലിപ്പൂ, മുല്ലപ്പൂ ഒക്കെ ഉള്ള സംഭവങ്ങളെ കൊണ്ട് പോകും. കൊണ്ടുപോകുന്നേ ഉള്ളൂ. അവിടെ ഇങ്ങനെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് നമ്മുടെ മൃതശരീരവും കൊണ്ടുപോകുക എന്നുള്ളതാണ്. മൃതദേഹം കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ 3 ആളെ മാത്രമേ ഓട്ടോയിൽ കയറ്റാൻ പാടുള്ളൂ. പക്ഷേ ഇതിൽ 15 പേരാണ് ഇവിടുത്തെ കണക്ക് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഓട്ടോയിലൊക്കെ 15 ആൾ മിനിമം കയറും എന്നുള്ളതാണ്. ഇവർക്ക് നമ്മുടെ യാത്ര ഒരു രസകരമാണ്. നമുക്കല്ലേ നമ്മുടെ യാത്രയുടെ കാര്യങ്ങളൊക്കെ തന്നെ അറിയുകയുള്ളൂ. സ്ത്രീകളൊക്കെ എന്തുമാത്രം നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പേര് ബാക്കിൽ, അതിൻ്റെ ബാക്കിലെ ആ ഒരു മെയിൻ സീറ്റിലൊരു 4 പേരുണ്ടാവും. പിന്നീട് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള അവിടെ ഒരു ഇരിപ്പിടത്തിൽ 4 പേരുണ്ടാവും. ഡ്രൈവറുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 പേരോ 3 പേരൊക്കെ ഇരിക്കുന്നതും കാണാൻ സാധിക്കും. റോഡിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ആന്ധ്രാപ്രദേശ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വീതി കൂടിയ റോഡുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 10-15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇവർക്കുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ ഇവർ കാണുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ റോഡിൻ്റെ വികസനങ്ങളൊക്കെ തന്നെ. ഇതുപോലത്തെ റോഡുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരേണ്ട റോഡല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രസമുള്ള മൊട്ടക്കുന്നുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. പാലങ്ങളുടെ ഒരു മനോഹാരിതയൊക്കെ വേറെ തന്നെയാണ്. വെള്ളം കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ആന്ധ്രാപ്രദേശിനെ വിലയിരുത്തുന്നത് എങ്കിൽ കൂടി പല സ്ഥലങ്ങളിലും വെള്ള ലഭ്യത കുറവാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുടെ ഒരു ആരംഭഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എവിടെ നോക്കിയാലും ഇനി ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വിവിധ തരം കൃഷികൾ, അല്ലെങ്കിൽ ഫാക്ടറികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇനി നമുക്ക് കാണാൻ സാധിക്കും.
ആളുകളൊക്കെ തന്നെ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി കൂടുന്നു എന്നുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മൊട്ടക്കുന്നൊക്കെ കാണാൻ വളരെയധികം രസകരമായിട്ടുണ്ട്. മരങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ ബോർഡൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിറ്റൂർ മുനിസിപ്പാലിറ്റിയുടെ ഏരിയ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ആരംഭഘട്ടത്തിൽ കാണുന്നത്. തെങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മാവിൻ തോപ്പുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈറ്റ് കുറഞ്ഞ ചെറിയ ചെറിയ മാവിൻ തൈകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നീണ്ടു കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ടൗൺ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ടൗണിലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ ഒരു പാലം വരുന്ന ഒരു ഏരിയ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും നമുക്ക് മൊട്ടക്കുന്ന് അടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേലേക്കായിട്ട് സ്റ്റെപ്പുകളെ പോലെ എന്തൊക്കെയോ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള പുക ഇങ്ങനെ പൊന്തുന്നത് കാണാം. ഇവിടെയും ഒരു ക്ഷേത്രം കാണാം. ക്ഷേത്രങ്ങളാണ് കൂടുതലും ടൗണിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. പള്ളികളും ചർച്ചുകളൊക്കെ തന്നെ ടൗണിലാണ് കാണാൻ സാധിക്കുന്നത്. ചർച്ചുകളും ചില ഏരിയയിൽ പുറംഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിം പള്ളികളൊക്കെ തന്നെ കൂടുതലും ടൗണിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും നമുക്ക് മാമ്പഴ തൈകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നും തന്നെ പൂവിട്ടതായിട്ടൊന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ചെറിയ ചെറിയ മാവിൻ തൈകൾ. വലിയൊരു തോപ്പാണ് കേട്ടോ. ആ കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന വലിയൊരു തോപ്പ്. ഇവിടെ ജമ്മി സമ്പ്രദായം വളരെയധികം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. മുന്നിലായിട്ടുള്ള റോഡ് ക്ലോസ് ചെയ്ത് വെച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓപ്പോസിറ്റായിട്ട് പോകേണ്ടതായിട്ടുണ്ടാവും. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ വലിയൊരു കവാടമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ കൾച്ചറിനോട് അനുസ്മൃതമായിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്കിവിടെ കാണുന്നത്. തമിഴ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇനി തിരുപ്പതി എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ തമിഴ് സംസാരിക്കുന്ന ആളുകൾ കുറവായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്നും പറഞ്ഞു മനസ്സിലാക്കിയത്. അല്ല, കേട്ട് മനസ്സിലായത് അല്ല, സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ എന്തോ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റോഡ് ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വലിയ പന്തലോ അങ്ങനെ എന്തോ സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു ടൗൺ തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ആ കണ്ട പന്തൽ റോട്ടിലിടുന്ന സംവിധാനങ്ങളൊക്കെ കണ്ടത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മുന്നിലായിട്ട് നമുക്ക് തെങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇളനീരിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകളിലായിട്ട് ഒരു ബൈപ്പാസ് പോകുന്നത് കാണാം. നമുക്കും ആ ബൈപ്പാസിലേക്ക് തന്നെയാണ് കയറാനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ ബൈപ്പാസിലേക്കാണ് കയറിയിട്ടുള്ളത്, തിരുപ്പതിയിലേക്ക് പോകുന്ന. 10 വരിപ്പാതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 10 വരിപ്പാത ഇവിടെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മളതിനെ ചിന്തിച്ച് വിലയിരുത്തേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ മുന്നിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ഇപ്പോൾ വണ്ടികളുള്ളത്. കൂളായിട്ട് ആ വണ്ടികളൊക്കെ തന്നെ തെറിച്ച് സിമ്പിളായിട്ട് പോകുന്നുണ്ട്. ബ്ലോക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളവിടെയൊക്കെയാണ് ഇത് 10 വർഷം മുന്നേ ഈ ഒരു ബൈപ്പാസിൻ്റെ അനിവാര്യം ഉണ്ടായിരുന്നത്. നമ്മളവിടെ ഇടുങ്ങി പിടിച്ച് ഈ ഒരു 2 റോഡ് മാത്രമല്ലേ കാണാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ 3 ലൈന് ഞാൻ പോകുന്ന ട്രാക്കിലുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് 2 ട്രാക്ക് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്കും ഇതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കന്നുകാലികളെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് കാണുന്നത്. ചേസൊക്കെ തന്നെ ബാക്കിലേക്ക് ഒരുപാട് നീട്ടിയിട്ടുണ്ട്. ബോർഡിങ് കാര്യങ്ങളൊക്കെ നീട്ടിയിട്ടുണ്ട്. ബൈപ്പാസുകളിൽ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ റോഡൊക്കെ നീണ്ടു കിടക്കുന്നത് തന്നെ കാണാനുണ്ടാവുള്ളൂ. പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളേരിയൊക്കെ കയറി നോക്കും. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം തിരുപ്പതിയാണ്. തിരുപ്പതി പോയിട്ടാണ് നമ്മൾ ഇനി അടുത്ത പ്ലാനിങ് ഒക്കെ എടുക്കുള്ളൂ. ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നീടാണ് നമ്മൾ ഓരോ ദിവസം ഓരോ ഏരിയയിലേക്ക് ഇങ്ങനെ കൺവേർട്ടായി പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും ബൈപ്പാസ് റോഡും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം. ഇവിടുത്തെ ആ ഒരു അപ്ഡേറ്റ് ആകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പണ്ടത്തെ കാലത്തെ ആ ഒരു രീതികളുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതായത് കൾച്ചറിൻ്റെ ആ ഒരു രീതി. മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വീടിൻ്റെ സ്ഥലം റോഡിന് സ്ഥലം കൊടുക്കാത്ത ഒരു വീടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു 2 വരിപ്പാതയ്ക്ക് സ്ഥലം ഈ ഒരു വീട്ടുകാർ അനുവദിച്ചിട്ടില്ല.
ഇതുപോലൊരു മേൽപ്പാലമൊക്കെ നമുക്ക് ഈ റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്.